എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏൽപ്പിച്ച ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം. ബാക്കിയുള്ള പരാമർശങ്ങളൊന്നും എന്നെ ബാധിക്കുന്നതല്ല. നാട്ടിലെ ജനവിധി അത് ജനങ്ങൾ നിശ്ചയിക്കും. ഇത്ര എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും എന്നോട് ചോദിക്കണ്ട. എത്രത്തോളം ഒരു വിജയസാധ്യത നാട്ടിക വീണ്ടും ജനങ്ങളൊക്കെ അറിയാവുന്ന 2 തവണ എന്നെ നെഞ്ചിലേറ്റിയതാണ് നാട്ടിയുടെ ജനം. ആ ജനങ്ങൾക്കറിയാം 10 വർഷം എന്താണ് ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ അവരോർത്തുകൊണ്ട് തന്നെ വീണ്ടും സ്വീകരിക്കുമെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ. അതിന് എൻ്റെ പാർട്ടി കൂടെ ഉണ്ട്. ഇത്തരം പ്രതികരണങ്ങൾ സീറ്റ് കിട്ടാത്തതിൻ്റെ ഒരു പ്രതികരണമായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണ്? ഒന്നുമില്ല അതിൽ. സ്വാഭാവികമായി ഈ ഒരേ പാർട്ടിയിലുള്ളവർ MLA ആയിരിക്കുന്ന ആൾ അതിന് പിൻഗാമിയായി വരുന്ന ഒരാളെ പറ്റി പറയുന്ന ഒരു ആക്ഷേപം അത് ചെറുതല്ല. പ്രത്യേകിച്ചും പാർട്ടിക്ക് പണം 10 പൈസ പിരിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, അവർക്ക് സാമ്പത്തിക ശേഷി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വരുന്നതെന്ന് പറയുന്നത് ഇത് ഒരു പ്രചരണത്തിന്റെ തുടക്കത്തിൽ തന്നെ അങ്ങനെയൊക്കെ വരുമ്പോൾ മറുപടി പാർട്ടി പറഞ്ഞു. നാളെ പാർട്ടി DC ഉണ്ട്. DCക്ക് ശേഷം നമുക്ക് അവിടെ വെച്ചിട്ടാണ്. അതന്നെ പാർട്ടിക്ക്, അത് പാർട്ടി ലീഡർഷിപ്പ് പറയട്ടെ. പാർട്ടി നേതൃത്വം ഉണ്ടല്ലോ, പാർട്ടി സ്റ്റേറ്റ് നേതൃത്വമല്ലേ. നാളെ ജില്ലാ കൗൺസിലുണ്ട്. ജില്ലാ കൗൺസിൽ കഴിഞ്ഞാൽ പാർട്ടി ജില്ലാ നേതൃത്വവും. അതെല്ലാം പാർട്ടി കാര്യങ്ങളല്ലേ. പാർട്ടി കാര്യങ്ങൾ ആ പാർട്ടി രീതിയിൽ നടക്കട്ടെ കേട്ടോ.